പ്രാർത്ഥനയുടെയും ആരാധനയുടെയും 2412 ദിവസം പിന്നിടുമ്പോൾ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അനേക കുടുംബാംഗങ്ങൾ നമ്മളോട് പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നമ്മളിങ്ങനെ വായിക്കുന്നത്, നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്, നദികളിൽ കൂടി കിടക്കുമ്പോൾ അത് നിന്റെ മീതെ കവികയില്ല, തീയിൽ കൂടി നടക്കുമ്പോൾ വെന്തു പോകത്തില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തുമില്ല. ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കൂടെ ഇരുന്ന് സഹായിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കുടുംബാംഗങ്ങളെ കൊടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വീണ്ടും കർത്താവേ, പ്രഭാതത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. നീ വീണ്ടും കർത്താവെ കൂടെ ഇരുന്നവരെ സഹായിച്ച് അനുഗ്രഹിച്ച് ശക്തീകരിച്ച് അങ്ങയുടെ മഹത്വത്തെ ഓരോരുത്തരുടെ ജീവിതത്തിൽ മേൽ വെളിപ്പെടുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ ആഴ്ചയുടെ അവസാന പ്രവൃത്തി ദിവസത്തിലും കർത്താവ് പലവിധമായ ആവശ്യങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നവരുണ്ട്. അവരെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരു നാളും കൈവിടിൽ ഉപേക്ഷിക്കുമില്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ പിതാവേ. അതികഠിനമായ ശ്വാസം മുട്ടലും പനിയും ചുമയൊക്കെ ആയിരുന്നു. ഒരാഴ്ചയായിട്ട് അവന് ഭയങ്കരമായ പ്രയാസം, ജോലിക്ക് പോകാനും പറ്റുന്നില്ല. വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്താണ് മല്ലപ്പള്ളിയിൽ നിന്നും ശാന്ത എന്ന് പറയുന്ന മാതാവ് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാണ്ട് പ്രിയങ്കലയിൽ വിളിച്ച് പറഞ്ഞത്. തകച്ച നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതമായി സൗഖ്യം നൽകി കൊടുത്തു. ഈ ആഴ്ച തിങ്കളാഴ്ച മുതൽ മകൻ ജോലിക്ക് പോയി. ഒരാഴ്ചയായി യാതൊരു കുഴപ്പവുമില്ല. പ്രാർത്ഥിച്ചാൻ എല്ലാ കുടുംബങ്ങളോടും നന്ദി അറിയിച്ചിരിക്കുന്നു. ഇത് വന്നിട്ട് തിരുവല്ല ഒരു മാതാവ് വിളിച്ചു പറഞ്ഞ് അവർക്ക് ഭയങ്കര നടുവേദനയാണ്, ഒരു സാധനം പോലും കുനിഞ്ഞെടുക്കാൻ മേല, യാതൊരു ജോലിയും ചെയ്യാൻ മേല, വളരെ പ്രയാസത്തിരിക്കുമ്പോഴാണ് പ്രിയങ്കളെ വിളിച്ചു പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയങ്കള കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം മാതാവ് വിളിച്ചു പറഞ്ഞാൽ പ്രാർത്ഥനയുടെ പരമായിട്ട് കർത്താവ് നടുവിന്റെ വേദന പൂർണ്ണമായിട്ട് മാറ്റി പ്രാർത്ഥന നന്ദി പറഞ്ഞിരിക്കുകയാണ്. ചേച്ചിയുടെ മകള് ദുബൈയിൽ ജോലി ഇല്ലാതെ വിഷമിക്കുകയായിരുന്നു. നമുക്കറിയാം ലോക്ക്ഡൌൺ കാരണം അനേകരുടെ ജോലി നഷ്ടപ്പെടുന്ന സമയത്ത് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കോട്ടയത്ത് നിന്നും അത് അറിയിച്ചത് തങ്ങച്ചായ നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു. ആ കർത്താവ് അനുഗ്രഹിച്ച് നമ്മൾക്ക് നല്ലൊരു ജോലി ലഭിച്ചു. ഇപ്പോൾ ജോലിയിൽ സുഖമായിട്ടിരിക്കുന്നു. പ്രാർത്ഥിച്ചതിന് എല്ലാ കുടുംബങ്ങളോടും നന്ദി അറിയിച്ചിരിക്കുന്നു. സഹോദരി വാട്സാപ്പിൽ വഴി അറിയിച്ച് അവരുടെ സിസ്റ്ററിന് വന്നിട്ട് മാനസികമായ വളരെ പ്രയാസമാണ്, വീട്ടിൽ യാതൊരു സമാധാനമില്ല, സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പ്രിയങ്കല കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം സഹോദരി വീണ്ടും വാട്സാപ്പിൽ അറിയിച്ച പ്രാർത്ഥനയുടെ പരമായിട്ട് സഹോദരിയെ മാനസിക പ്രയാസങ്ങളെല്ലാം കർത്താവ് മാറ്റി പ്രാർത്ഥന നന്ദി പറഞ്ഞു. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുള്ള കടന്നുപോയ ഒരു കുടുംബം ട്രിവാൻഡ്രത്തും തക്കം അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അവരുടെ ബാങ്കിൽ ലോൺ എടുത്തിരുന്നു. പക്ഷെ അത് അടയ്ക്കുവാനോ ആ പ്രമാണം തിരിച്ചെടുക്കുവാനോ പറ്റാതെ വളരെയധികം നാളുകളായി വിഷമിച്ച് ഇരിക്കുന്ന സമയത്താണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ആ വിഷയം പ്രിയങ്കലയിൽ അറിയിച്ച കുടുംബാംഗങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചു. തങ്കജയ അത്ഭുതകരമായി യേശു വഴിയും വാതിലും തുറന്നു കൊടുത്തു. ലോൺ അടച്ചു തീർക്കുവാനോ ആ പ്രമാണം തിരികെ എടുക്കുവാനും കർത്താവ് സഹായിച്ച് പ്രാർത്ഥിച്ചാൻ എല്ലാ കുടുംബാംഗങ്ങളോടും നന്ദി അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ ആഴ്ചയുടെ അവസാന പ്രവൃത്തി ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴും കർത്താവിൻ്റെ കരം ഓരോരുത്തരും കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഉപരിയായി കർത്താവ് നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിനാ ഇന്ന് നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കർത്താവെ അവിടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ഓരോ പ്രയാസത്തിലിരിക്കുന്നവരെ പ്രാർത്ഥിക്കുമ്പോൾ അനേക കർത്താവ് കുടുംബങ്ങൾ കർത്താവ് രോഗത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്, കർത്താവ് ഭവനങ്ങളിലായിരിക്കുന്നവർ, ഹോസ്പിറ്റലിലായിരിക്കുന്നവരുണ്ട്, കർത്താവ് ഐശ്വര്യം വെള്ളിയിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് കുടുംബത്തിൽ സമാധാനമില്ലാതെ കർത്താവ് മധ്യത്തിനും മയക്കിലും അടിമകളായുള്ള കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിതത്തിന്റെ ഏതെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നുപോയാലും എന്റെ കർത്താവ് കൽവരി കുരിശിൽ തികച്ചെടുത്ത ദൈവിക സൗഖ്യം വിജയ കർത്താവ് ഓരോ വ്യക്തികളിലേക്ക് അവരുടെ ഭവനങ്ങളിലേക്ക് ഒന്ന് അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
തിങ്കൾ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ടീമിലൂടെയും യൂട്യൂബിലൂടെയും ഈ തത്സമയ പ്രാർത്ഥന ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ തന്നെ വൈകിട്ട് ഹാർവസ്റ്റ് കേരളത്തിലൂടെ 7 മുതൽ 8 വരെ നമ്മുടെ ദേശത്തിന് വിടുതലിനും സൗഖ്യത്തിനുണ്ട് നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. രാവിലെയും വൈകിട്ടും നടക്കുന്ന ഈ പ്രാർത്ഥനയും ആരാധനയും കൂടാതെ നമുക്കറിയാവുന്ന പോലെ എല്ലാ മാസത്തിൻ്റെയും 2ാമത്തെ ആഴ്ചയിൽ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ നമ്മുടെ പ്രിയം കേരള കുടുംബത്തിൽ നിന്ന് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വരുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾ നാം ഒന്നിച്ച് ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. ദേശത്തിന് വിടുതലും സൗഖ്യത്തിനു വേണ്ടി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ചയിൽ വ്യാഴം, വെള്ളി, ശനി 8, 9, 10 തീയതികളിലാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. രാവിലെ 6 മുതൽ 7 വരെ ഈ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്ക് ശേഷം വീണ്ടും പകൽ 11 മുതൽ 12 വരെ ആ 3 ദിവസങ്ങളിലും നമ്മുടെ ഉപവാസ പ്രാർത്ഥനയും തത്സമയമായിട്ട് ഹാർവസ്റ്റ് ടിവിയിലും യൂട്യൂബിലും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും സിനിമയെ പ്രത്യേകിച്ച് പ്രിയങ്കേരള ശുശ്രൂഷയിൽ കുടുംബങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സിനിമത്തിൽ ഓർമ്മപ്പെടുത്തിയപോലെ ലോക രാജ്യങ്ങളുടെ സൗഖ്യത്തിനും സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയിൽ അനേക പ്രിയപ്പെട്ടവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സിനിമത്തെ 1.5 മണിക്കൂർ 11 മുതൽ 12 വരെയുള്ള സമയത്ത് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ മഹത്വം കുടുംബങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ദൈവം വെളിപ്പെടുത്തും. തിരുവചനത്തിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പുത്രൻ ഒരുവന് സ്വാതന്ത്ര്യം വരുത്തി അവൻ സാക്ഷാൽ സ്വതന്ത്രനാകുന്നു. യേശുവിൻ്റെ സ്വാതന്ത്ര്യം സകല ജീവിതത്തിൻ്റെ സകല മേഖലയിലും അനുഭവിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കും. കഴിഞ്ഞ ദിവസം ചെല്ലപ്പൻ എന്ന് പറയുന്ന പിതാവ് അദ്ദേഹം ഇവിടെ പ്രിയങ്കേരളയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ച അദ്ദേഹത്തിന് കൊച്ചുമാൾ കോഴിക്കോടാണ് താമസിക്കുന്നത്. കോവിഡ് പോസിറ്റീവായി വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുമായിരുന്നു. സൗഖ്യത്തിൻ്റെ പ്രാർത്ഥന ചോദിച്ചു. നമ്മൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി യേശു കൊച്ചുമാൾക്ക് പരിപൂർണമായി സൗഖ്യം നൽകി കൊടുത്തു. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. 17 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജീവിതത്തിൽ ഒരു നന്മയും പുരോഗതിയും അനുഭവിക്കാൻ കഴിയാതെ വളരെ വിഷമിക്കുന്ന സമയം തിരുവനന്തപുരത്ത് ഒരു കുടുംബമാണ് സിനിമയെ അറിയിച്ചിരിക്കുന്നത്. ആ സമയത്താണ് മറ്റൊരു വ്യക്തി പറഞ്ഞ് പ്രിയങ്കേരള ശുശ്രൂഷയിൽ നമ്മോടുകൂടെ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുത്തത്. സിനിമയെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു, ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ജീവിതത്തിൽ അനേക നന്മകളെ ഒരുക്കി, നല്ലൊരു ജോലി അവർക്ക് നൽകി, ഒരു നല്ല ഭവനവും നൽകി. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദിയും അറിയിച്ചിരിക്കുന്നു. പ്രിയങ്കേരളെ നാം പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രിയങ്കേരള കുടുംബാംഗങ്ങൾ നമ്മൾ ഒന്നിച്ച് ചേർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പരിചയക്കാർക്ക്, നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ദേശത്ത് നമ്മുടെ അയൽവക്കക്കാരെ ഒക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. സകല മേഖലയിലും ദൈവത്തിന് സംരക്ഷണം അവരുടെ കൂടെ ഇരിക്കട്ടെ. ഈ ആഴ്ചയിൽ അവസാന പ്രവൃത്തി നമുക്കറിയാം, സാമ്പത്തികമായ വലിയ വെല്ലുവിളികളോടെ കടന്നു പോകുന്നവരുണ്ട്. ആ കടം മേടിച്ച തുക തിരിച്ചു കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റിലേക്ക് എത്തി നിൽക്കുന്നവരുണ്ട്. ഓരോരുത്തരെയും കർത്താവ് സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ട ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ സമൃദ്ധിയും അനുഗ്രഹവും കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബിസിനസ് മേഖലകൾ തകർന്നവരുണ്ട് കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ അഭിവൃദ്ധിയിലേക്ക് വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പല ബാങ്കുകളിൽ തുകകൾ അടയ്ക്കുവാനുണ്ട് കർത്താവേ, അത് നിമിത്തം ജപ്തിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിൽ നിന്ന് ജപ്തി മാറട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി മാറട്ടെ കർത്താവേ. ദാരിദ്ര്യം യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഭവനങ്ങളിൽ നിന്ന് മാറട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പട്ടിണി യേശുവിന്റെ നാമത്തിൽ കർത്താവേ വീടുകളിൽ നിന്ന് മാറട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നന്മ, അങ്ങ് നൽകുന്ന അനുഗ്രഹവും ഐശ്വര്യവും കർത്താവേ ഓരോ കുടുംബങ്ങളിലും വ്യക്തികളിലും ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.
shall continually be in my mouth. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. 34-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യമാണ്. ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സുരക്ഷിതത്വത്തിൻ്റെ അനുഭവത്തിലൂടെ പോകുമ്പോഴും ഞാൻ എൻ്റെ യേശുവെ മഹിമപ്പെടുത്തും. നേരെ വിപരീത അനുഭവങ്ങളിലൂടെ പോകുമ്പോഴും ഞാൻ എൻ്റെ യേശുവെ മഹിമപ്പെടുത്തും. സ്വർഗത്തിലെ യേശുവെ, അവിടുന്നല്ലാതെ മറ്റാരുമില്ല, ഭൂമിയിലും ആരുമില്ല. ഈ പകൽ പ്രേയിങ് കേരള കുടുംബത്തിൽ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ പാർക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഒന്നിച്ച് പ്രേയിങ് കേരളയിലൂടെ പ്രാർത്ഥനയ്ക്ക് ഒന്നിച്ചു വരുവാൻ ദൈവം അവസരമൊരുക്കിയല്ലോ. ഞങ്ങൾ ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കേവലം അത് ശബ്ദവും കുറച്ച് വാക്കുകളും ടി വിയിലെ ഒരു പ്രോഗ്രാമുമായിട്ട് ഇത് നിൽക്കുന്നില്ല. പകരം യേശു അത്ഭുതകരമായി നാം ചോദിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടികൾ നൽകുന്നു. എടുത്തു പറയട്ടെ, ചോദിക്കാത്തതിനും എത്രയോ ഉയർന്ന മറുപടികൾ നൽകുന്നു. 298 precious people are joining us on YouTube from different parts of the globe. Of course, it is 304. God bless you. We appreciate sincerely your partnership, your prayers, and because of you, the Lord is helping us to reach somebody out there with the love, the compassion, and the power of the Holy Spirit. താങ്കളിലൂടെ നമ്മൾ ഒന്നിച്ച് കുടുംബമായി ഈ ശുശ്രൂഷയുടെ ചുമൽ വഹിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിച്ചതുകൊണ്ട് അനേകരിലേക്ക് യേശുവിൻ്റെ സ്നേഹവും ആർദ്രതയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നമുക്ക് എത്തിച്ചു കൊടുക്കുവാൻ കഴിയുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ആത്മാവിനാൽ നിറയപ്പെടുന്നത് സന്തോഷത്തോടെ കാണുവാൻ, കേൾക്കുവാൻ കഴിയുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. 2 ദിവസം മുമ്പ് 5 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ട്, അത് രാത്രിയിലാണ് എനിക്ക് ആ മെസ്സേജ് എത്തിയത്. അത് ആരായി എവിടുന്ന ഒന്നും എനിക്കറിയില്ല, പക്ഷേ 5 വയസ്സുള്ളൊരു കുട്ടിയുടെ മെസ്സേജാണെന്ന് ഇന്നലെ അറിയുവാനിടയായി, ഇന്നലെ വെളുപ്പിനായപ്പോൾ അറിയുവാനിടയായി. സന്തോഷം, ഹൃദയത്തിൽ സന്തോഷം. എന്താ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ യേശു ശിശുക്കളെയും മുല കുടിക്കുന്നവരെയും മുതിർന്നവരെയും ഒരുപോലെ സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി എഴുന്നേൽപ്പിക്കുന്നു. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച ഒരു വിഷയത്തിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ നന്മ നൈനാൻ ജോൺ പത്തനംതിട്ടയിൽ നിന്ന് അറിയിക്കുന്നത്, ഗൾഫിൽ അദ്ദേഹം വർഷങ്ങൾ ജോലി ചെയ്തിരുന്നു. ഇവിടെ ലോണും അവിടെയും ലോണൊക്കെ എടുത്തൊരു വീട് വെക്കാൻ തുടങ്ങി. അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. 4 വർഷങ്ങൾക്ക് മുമ്പ് അപ്രതീക്ഷിതമായി തൻ്റെ ജോലി തനിക്ക് നഷ്ടപ്പെട്ടു. വരുമാനമില്ല. നാട്ടിലേക്ക് വന്ന് കടഭാരം, പുറത്തിറങ്ങാൻ കഴിയാത്ത അപമാനഭാരം, വീട് പൂർത്തിയാക്കാതെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചോദിക്കുന്നു, ഗൾഫുകാരൻ ഇങ്ങനെ വന്നല്ലോ, അവൻ അങ്ങനെ തന്നെ വരണമെന്ന് നമുക്കറിയാമല്ലോ, നമ്മൾ പറയാവുന്ന എല്ലാം പറഞ്ഞ് ഈ മനുഷ്യൻ ഉപദ്രവിക്കപ്പെട്ടു, വേട്ടയാടി. മകൻ പഠനം കഴിഞ്ഞിട്ട് 7 വർഷങ്ങൾ കഴിഞ്ഞു. അവന് ജോലിയിൽ എൻജിനീയറിംഗ് പാസ്സായ കുട്ടി, മകൻ വീട്ടിനകത്തിരിക്കുക. അടുത്ത മകള് വിവാഹപ്രായം കഴിഞ്ഞു, നടത്തിക്കൊടുക്കുവാൻ പണമില്ലാതെ വിഷമിക്കുന്ന അവസ്ഥ. വീട്ടിൽ ആഹാരത്തിന് പോലും വിഷമിക്കുമ്പോഴാണ് പ്രേയിങ് കേരളയെക്കുറിച്ച് അയൽപക്കത്തുള്ള ഒരാൾ പറഞ്ഞു കൊടുത്തത്. ആ അയൽപക്കക്കാരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. 4 വർഷം മുമ്പ് താങ്കളത് കാണിച്ചു കൊടുത്തപ്പോൾ ഇന്നലെ 2/10/2020 മിസ്റ്റർ നൈനാൻ ജോൺ ടെലഫോണിൽ എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രേയിങ് കേരളയിലൂടെ യേശുവിനെ അനുഭവിച്ചു, യേശു പരിഹാരം എല്ലാറ്റിനും നൽകിത്തന്നു. പ്രേയിങ് കേരളയുടെ രാവിലത്തെ പ്രോഗ്രാം കഴിഞ്ഞ നാളുകളിൽ അവർ ഒരു ദിവസം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയത്തക്ക അനുഗ്രഹത്തിന് കാരണമായി. പത്തനംതിട്ടയിലെ കുടുംബയോഗം വേഗം തുടങ്ങണമേ. അടുത്തത് കഴിഞ്ഞ ദിവസം പ്രേയിങ് കേരളയുടെ ഓൾട്ടറും ഒക്കെ വെക്കുവാൻ വിശാലമായൊരു സൗകര്യത്തിൻ്റെ അത്യാവശ്യകതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നേരത്തെ തന്നെ ഇവർ കുടുംബമായിട്ട് എടുത്ത തീരുമാനമാണ് പ്രേയിങ് കേരള
പ്രയർ സെൻറ്റർ പണിയുമ്പോൾ ഒരു മുറിയുടെ പണം തരുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴേ അതിനുള്ള ശേഖരിക്കാൻ തുടങ്ങി. 2 തേക്കുകൾ അത് വിറ്റ് ആ പണം ഇവിടെ തരും. മറ്റു മരങ്ങളുമുണ്ട്, അതും വിറ്റിട്ട് ആ പണവും പ്രേയിങ് കേരളയ്ക്ക് നൽകി തരും. ഇതൊന്നും ഞങ്ങൾ ആരും ചെന്ന് പറഞ്ഞതല്ല, ആവശ്യപ്പെട്ടതല്ല. ലോകത്തിൽ ഒരു കുഞ്ഞും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതല്ല. അവരെ വിടുവിച്ച് യേശു അവരുടെ ജീവിതത്തെ എഴുന്നേറ്റത്തിലേക്ക് നയിക്കുവാൻ ദൈവം ഉപയോഗിച്ച പരിശുദ്ധാത്മാവിൻ്റെ ചലനം മറ്റു വ്യക്തികളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള അവരുടെ ആ വ്യഗ്രത, ആ സമർപ്പണം, അതിന് ദൈവം ധാരാളം നന്മയും പ്രതിഫലവും നൽകട്ടെ. ആ മകന് നല്ല ജോലിയായി, വീടുമൊക്കെ പണിത് പൂർത്തീകരിച്ചു. ഒത്തിരി കാര്യങ്ങൾ എന്നോട് ഒരു 6-7 മിനിറ്റ് യേശു ചെയ്ത വിടുതലുകളെ കുറിച്ച് പറഞ്ഞത്. ബ്രദറിൻ്റെ മകൾ കോവിഡ് പോസിറ്റീവായി ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആയിരിക്കുമ്പോഴാണ് പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിച്ചത്. ഡോക്ടേഴ്സ് കൈവിടാത്ത യേശു 2/10/2020 അവരറിയിച്ചിരിക്കുന്നത് നല്ല സൗഖ്യത്തെ കർത്താവ് നൽകിക്കൊടുത്തു. MBBS പഠിക്കുന്ന ഒരു കുട്ടിയും കൂടിയാണ് ഈ മകള്. ഇന്ന് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. യേശുവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് എനിക്കിപ്പോൾ മറുപടി നൽകണമേ. നിങ്ങൾ 2 പേർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും മറുപടി നൽകാമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. സമയം പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് അത് 100 വർഷം കഴിഞ്ഞിട്ടോ 60 വർഷം കാത്തിരുന്നിട്ട് മറുപടി കിട്ടുമെന്നല്ല എഴുതിയിരിക്കുന്നത്. നമുക്കൊന്ന് പകൽ പ്രാർത്ഥിക്കാം. യേശുവേ, എനിക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുക. എൻ്റെ കുടുംബത്തിൽ എനിക്ക് വേണ്ടി, എൻ്റെ ദേശത്തിന് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കണം. നമ്മൾ ഒന്നിച്ച് ചേർന്ന് യേശുവിൻ്റെ വലിയ പ്രവർത്തിക്കായി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതെ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ഓരോ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിടുന്നവരുണ്ട്, മാനസിക തകർച്ചയിലായിരിക്കുന്നവരുണ്ട്. കർത്താവേ, ഒറ്റപ്പെട്ടു പോയവരുണ്ട്, ഏകാന്തതയിലായിരിക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. കർത്താവേ, ഈ പ്രഭാതത്തിൽ നിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ, അങ്ങയെ അനുഭവിക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയുവാൻ ഓരോ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഈ പ്രഭാതത്തിൽ സൗഖ്യമായി തീരട്ടെ, സാമ്പത്തിക തകർച്ചകൾ മാറട്ടെ. കർത്താവേ, കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. അങ്ങ് നൽകുന്ന സമാധാനവും സ്വാതന്ത്ര്യവും ഓരോ പ്രിയപ്പെട്ടവരും അനുഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് കുറേ മാസങ്ങളായിട്ട് സാലറി ലഭിക്കുന്നില്ലായിരുന്നു. ഈ വിഷയം കൊല്ലത്തുനിന്നും അന്നമ്മ പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിക്ക് വേണ്ടി അറിയിച്ചു. നമ്മൾ പ്രേയിങ് കേരള കുടുംബങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർക്ക് ആ മുടങ്ങി കിടന്ന സാലറി ലഭിക്കുവാനിടയായി. പ്രാർത്ഥിച്ചതിന് എല്ലാ കുടുംബങ്ങളോടും നന്ദി അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ശ്രീമതി, നമ്മുടെ കുടുംബാംഗങ്ങൾ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മാത്രമല്ല ശ്രീമതി, ഇപ്പോൾ വായിച്ചതുപോലെ തന്നെ കൂടെ പ്രവർത്തിക്കുന്നവരുടെ അല്ലെങ്കിൽ തൊട്ടടുത്ത ഭവനത്തിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ വലിയ പ്രയാസം കൊണ്ട് കടന്നു പോകുമ്പോൾ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളും പ്രേയിങ് കേരളയിൽ വിളിച്ചു പറയുന്നു. നമ്മൾ കുടുംബാംഗങ്ങളോട് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ സഹായിക്കുന്നു. വാട്സാപ്പിലൂടെ ഒരു സഹോദരൻ അറിയിച്ചത്, ഫ്രണ്ട് വർഷങ്ങളായിട്ട് അകാരണമായ ഭയം നിമിത്തം വളരെ വിഷമിക്കുന്നു ശ്രീമതി. അത് നിമിത്തം പുറത്തേക്ക് പോലും ഇറങ്ങാതെ റൂമിനകത്ത് തന്നെ ഇരിക്കുന്ന അവസ്ഥ ശ്രീമതി. ഈ സമയത്താണ് പ്രേയിങ് കേരളയിൽ ആ സഹോദരന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനയായി അപേക്ഷിച്ചത്. പ്രാർത്ഥനയുടെ ഫലമായിട്ട് യേശു വലിയ മാറ്റങ്ങളെ നൽകിയെന്ന് അറിയിച്ചിരിക്കുന്നു. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് വരുന്നത് ബാബുരാജ് വാട്സപ്പിലൂടെ അദ്ദേഹം അറിയിച്ചത് ഇങ്ങനെ 12 ലക്ഷം രൂപ കടമുണ്ട്, ബാങ്ക് ഗോൾഡ് ലോണിലാണ് പ്രാർത്ഥന. അപ്പോൾ തന്നെ വൈഫിന് സൗഖ്യമില്ലാതിരിക്കുന്നു, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. 1.5 ലക്ഷം രൂപ കടം, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട്, സ്വന്തമായ ഭവനമില്ല. വാട്സാപ്പിലൂടെ ഓമന ജോയിയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. വാട്സാപ്പിലൂടെ വിജിലെ അറിയിച്ചത് കടബാധ വളരെയധികം ഉണ്ട്, പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ വഴിയുടെ ഒരു പ്രശ്നം നടക്കുന്നു, അത് ക്ലിയർ ചെയ്യാൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കടഭാരമുണ്ട്. ജപ്തിയുടെ വക്കീൽ മകൻ കുടുംബ തകർച്ചയിലൂടെ കടന്നു പോകുന്നു. ഇത് തോമസ് തെറിയാനാണ് വിവരം അറിയിച്ചിരിക്കുന്നത്. ഇത് ലത അറിയിച്ചിരിക്കുന്നത് ക്ലീനിങ് സ്റ്റാഫാണ്, ജോലി സ്ഥിരമാണ്. അപ്പോൾ തന്നെ 10 ലക്ഷം രൂപയുടെ കടമുണ്ട്, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ശ്രീമതി, ഇത് വാട്സാപ്പിലൂടെ ആശ ബേബി അറിയിച്ചിരിക്കുന്നു. ഹസ്ബൻഡിന് ഒരു ചെക്ക് കേസ് ഉണ്ട്, അത് പൂർണ്ണമായിട്ട് മാറേണ്ട
മാറേണ്ടതിനും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരേണ്ടതിനുമായി പ്രാർത്ഥിക്കണം. പരിചയത്തിലുള്ള ഒരു ഫാമിലി വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന രഹസ്യമാണ് നൂറിനാട് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ജോൺസൺ എന്ന് പറയുന്ന ഒരു സഹോദരൻ മാനസികമായി വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് വേണ്ടിയും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ചങ്ങനപ്പള്ളി നിന്നും ജാൻസി റോയി അറിയിച്ചിരിക്കുന്നു, ഹസ്ബൻഡിന് മാനസികമായ ചില പ്രയാസങ്ങളൂടെ കടന്നു പോകുന്നു, പ്രത്യേകമായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇത് വാട്സപ്പിലൂടെ ഒരു വ്യക്തി അറിയിച്ചിരിക്കുന്ന അവരുടെ ബ്രദർ റിനു ആത്മഹത്യ പ്രവണതയുണ്ട്, അത് മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ജെയ്മി അറിയിച്ചിരിക്കുന്നു, ജോലിയിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് മാറേണ്ടതിനായി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതമായി കർത്താവ് ഓരോരുത്തർക്കും വഴിയും വാതിലും തുറന്നു കൊടുക്കട്ടെ. ആ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ മാറട്ടെ, കടങ്ങൾ തിരിച്ചു കൊടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മൾ ഒന്നിച്ച് ആ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ, കാര്യങ്ങൾ ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേക കർത്താവ് സാമ്പത്തികമായ പ്രയാസങ്ങളോട് കടന്നു പോകുന്നുണ്ട്. കർത്താവ് അവർക്ക് വേണ്ടി സാമ്പത്തിക പൊതുവഴികൾ തുറക്കണം. കർത്താവ് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കർത്താവ്, അതുപോലെ കർത്താവ് വിവാഹം നടക്കാൻ വേണ്ടി പൈസ ഇല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ജോലിയിലെ പ്രയാസങ്ങൾ അനേകർ കൊണ്ട് കർത്താവ്, പ്രത്യേകിച്ച് കർത്താവ് കോവിഡ് രോഗം പോലും അനേകർ കർത്താവ് കേരള വെളിയിൽ നിന്ന്, കർത്താവ് ഇന്ത്യക്ക് വെളിയിൽ നിന്നും കർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അനേകരുടെ ജോലിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കർത്താവ് ശമ്പളം ലഭിക്കുന്നില്ല. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവ് അവിടുന്ന് പുതുവഴികൾ തുറക്കണം, അനുഗ്രഹിക്കണം. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവൻക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒന്നിച്ച് ചേർന്ന് വീണ്ടും ചേർന്ന് പ്രാർത്ഥിക്കാൻ. പല പ്രിയപ്പെട്ട ജോലി ഉണ്ടെങ്കിൽ തന്നെയും സാലറി അവർക്ക് ലഭിക്കുന്നില്ല. ജോലിയിൽ പലവിധമായ വെല്ലുവിളികളുടെ കടന്നു പോകുന്നവരുണ്ട്. ഇതിപ്പോൾ ഉഷ കാഞ്ഞിരപ്പള്ളിയിൽ നമ്മെ അറിയിച്ചിരിക്കുന്ന നല്ലൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സുനിധി അറിയിച്ചിരിക്കുന്നു, സഹോദരി ദുബായിലാണ്, ഡൽഹിയിൽ ചില പ്രയാസങ്ങൾ നേരിടുന്നു, പ്രാർത്ഥനയ്ക്കായി. ഷാജിയാണ് തിരുവല്ലയിൽ നിറച്ചിരുന്ന ഹസ്ബൻഡ് ഷാജി കുവൈറ്റിൽ ജോലി നഷ്ടപ്പെട്ടു. 9 മാസമായി പുതിയൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. രോഹിത് 34 വയസ്സ്, വിദേശത്തേക്ക് പോകാൻ 6 ലക്ഷം രൂപ കൊടുത്തു, 8 മാസം കഴിഞ്ഞിട്ട് പോകാൻ കഴിയുന്നില്ല. അടിമാലി ചിഹ്നമ്മയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. വിജിയാണ് ബുധനൂരിൽ നിറച്ചിരിക്കുന്ന ഹസ്ബൻഡിന് ജോലി വളരെ കുറവാണ്, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. നിന്നും മറിയാമ്മ അറിയിച്ചിരിക്കുന്നു, മകന് വർഷങ്ങളായിട്ട് ജോലിയില്ല, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മകൻ എൽദോ യൂറോപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്നു, മേരി ജോൺസൺ ആണ് ഇത് അറിയിച്ചിരിക്കുന്നത്. മകൻ അനൂപും മരുമകൾക്കും കാനഡയിൽ വിസ പുതുക്കി കിട്ടേണ്ടതിനായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കോട്ടയത്ത് നിന്ന് കുമാരിയാണ് വിവരം അറിയിച്ചിരിക്കുന്നത്. ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അനേകം പ്രിയപ്പെട്ട ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് വിദേശത്തേക്ക് പോയവർ അവർ അവിടെ ചെന്നിട്ട് നമ്മളെ വിളിച്ച് പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുമുണ്ട്. ഓരോരുത്തരെയും ഇന്ന് പകൽ നാം ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ യേശുവേ നിന്റെ നാമത്തിൽ ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. വർഷങ്ങളായി ജോലിയില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവേ പുത്തൻ വഴികളും വാതിലുകളും അവിടെ തുറന്നു വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബിസിനസ് സ്ഥാപനങ്ങൾ തകർന്നു പോയവരുണ്ട് കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ആ സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജപ്തി സംബന്ധമായ വിഷയത്തിലൂടെ കടന്നു പോകുന്നവരുടെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആ കുടുംബങ്ങളിൽ നിന്നും ജപ്തി മാറട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് തുറക്കുന്ന വഴികളും വാതിലുകളും അവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മഹത്യയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ നിരാശപ്പെട്ട് അവരത് ചിന്തിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഇപ്പോൾ തന്നെ ആ ചിന്തയിൽ നിന്ന് അവർ പുറത്തു വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സമാധാന സ്വാതന്ത്ര്യം വിടുതൽ ഓരോ കുടുംബങ്ങളും അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Chapter 35 verse number 3 and 4 says, strengthen the weak hands and make the feeble knees, make firm the feeble knees. Say to those who are fear-hearted, be strong, do not fear. Behold, your God will come with vengeance, with the recompense of God. He will come and save you. യെശയ്യാ പ്രവചനം 35
3, 4 വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. തളർന്ന കൈകളെ ബലപ്പെടുത്തുവേൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവേൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുവേൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയും ഇല്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമൻ്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശ തോടുകളും പൊട്ടിപ്പുറപ്പെടും. ഇന്ന് ഈ പ്രേയിങ് കേരള കുടുംബത്തിൽ ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ യെശയ്യാവ് 35 ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് എടുത്ത് വായിക്കുക. ഡിക്രി എന്ന പദപ്രയോഗം ബൈബിളിൽ പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ മൂലപദത്തിൽ നിന്ന് വരുന്ന അർത്ഥങ്ങളിൽ ഒന്ന്, അത് പ്രസ്താവിക്കുമ്പോൾ അത് എഴുന്നേറ്റ് ഉളവായി വരും എന്ന അർത്ഥത്തിലാണ് ആ വാക്കിൻ്റെ പ്രവൃത്തിയെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഒരു കാര്യം പ്രസ്താവിക്കും, അത് ഉളവായി വരും. അവിടെ എഴുതിയിരിക്കുന്നത് അത് പ്രസ്താവിക്കുമ്പോൾ അത് എഴുന്നേറ്റ് ഉളവായി വരും. ഇന്ന് ഇവിടെ പ്രേയിങ് കേരള കുടുംബത്തിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ സ്വപ്നം കാണുക. ലെറ്റ്സ് പിക്ചറൈസ് what God is about to do. Everything that has become standstill would rise up for each one of us, and God will fight our battles. God will be the judge for each one of us, and where there is no righteousness, where there is no justice, but God of heaven in Jesus will fight for us. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. എല്ലാം നിശ്ചലമെന്ന് തോന്നുമ്പോഴും യേശുവിൻ്റെ തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്ന വാക്കിൻ്റെ അർത്ഥം അത് എഴുന്നേറ്റു വരും. നാം പറയുന്നത്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, അത് എഴുന്നേറ്റു വരും. എൻ്റെ മറുപടി എഴുന്നേറ്റ് വരും. അത് തെക്കുവശത്താണ് സംഭവിക്കേണ്ടതെങ്കിൽ അവിടെ അത് എഴുന്നേറ്റ് വരും. വടക്കുവശത്താണ് അത്ഭുതം സംഭവിക്കേണ്ടതെങ്കിൽ, യേശുവിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതെങ്കിൽ അത് അവിടെ എഴുന്നേറ്റ് വരും. ഉയരത്തിൽ നിന്ന്, കീഴേ നിന്ന്, വശങ്ങളിൽ നിന്ന്, മുൻപിൽ നിന്ന്, പിറകിൽ നിന്ന്, എവിടെയാണോ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടത് അത് അവിടെ അങ്ങനെ തന്നെ ഉളവായി വരും. 35 I strongly recommend you to read and again I say, read the holy scriptures. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വായിക്കുക. And allow the word to make thoughts in our thinking process. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തിയെടുക്കുന്ന മേഖലയിൽ ചിന്തകളെ ഉൽപ്പാദിപ്പിക്കുവാൻ നാം അനുവദിച്ചു കൊടുക്കുക. Allow the word of God to work in us, to create thoughts that would help us to see God all the days of our life. എല്ലായ്പ്പോഴും ദൈവത്തെ, എല്ലാ ജീവിത മേഖലകളിലും ദൈവത്തെ കാണുവാൻ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് വരുവാൻ നമുക്ക് അനുവദിച്ചു കൊടുക്കണം. Let the word of God impact and influence our brain, our thinking faculty. നമ്മുടെ ആ പാരഡൈമിൽ ആ ചിന്തകളെ രൂപപ്പെടുത്തിയെടുക്കുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ വചനം സകലതും പ്രതികൂലമാ, സകലതും വിരോധമാ. Everything is against me. Everything is crumbling all across the globe. No man in the world has an answer today for today's problem. But God's word says, your God will come. My God will come. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. അമേരിക്കൻ പ്രസിഡന്റ് പോലും കോവിഡ് ബാധിച്ച് ഏറ്റവും പാവപ്പെട്ടവനും ഏറ്റവും ഉയർന്നവനും ഒരുപോലെ വെല്ലുവിളി നേരിടുന്ന ഈ സാഹചര്യത്തിൽ സഹായിപ്പാൻ ദൈവമേ നീ മാത്രമേ ഉള്ളൂ. My God comes from the help. My help comes from the Lord who made the heavens and the earth. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നത്. ഈ കോവിഡിൻ്റെ കാലത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് മറുപടി, ന്യൂമോണിയ കൂടി, ലങ്സ്, കിഡ്നി എല്ലാം പ്രശ്നത്തിലായി, ക്രിട്ടിക്കൽ സ്റ്റേജിൽ പ്രേയിങ് കേരളയിൽ ചേർന്ന് വെന്റിലേറ്ററിലായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ 1/10/2020 ഇവിടെ അറിയിച്ചിരിക്കുന്നത് സൗഖ്യത്തോടെ ആയിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ക്രിട്ടിക്കൽ സ്റ്റേജിൽ മഞ്ഞപ്പിത്തം കൂടി
വെന്റിലേറ്ററിലായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിക്കുവാൻ മിസ്റ്റർ അലക്സാണ്ടർ വാട്സാപ്പിലൂടെ ഒരു സന്ദേശം അറിയിച്ചു. അദ്ദേഹം പറഞ്ഞ വിവരങ്ങൾ, വാക്കുകൾ മുഴുവൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ വലിയ വ്യത്യാസം. എപ്പോൾ പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ പ്രേയിങ് കേരള കുടുംബത്തിൽ കർത്താവ് ഈ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് തന്ന നിർദ്ദേശങ്ങളിൽ, ഉറപ്പുകളിൽ ഒന്ന്, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അവിടുത്തെ മറുപടി ഉണ്ടാകും. ഇന്ന് പകൽ ചേർന്ന് പ്രാർത്ഥിക്കാം. 100 വർഷം കഴിഞ്ഞല്ല, ഇപ്പോൾ മൈ ഗാഡ് വിൽ കം വിത്ത് വെഞ്ചൻസ്, with the recompense of God, and he will come and save you. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവേൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. എവിടെയാണോ താങ്കളായിരിക്കുന്നത് അവിടെ ചെന്ന് അവിടെ വന്ന് രക്ഷിക്കുന്ന യേശു. നാം അവിടേക്ക് പോകണ്ട. കോവിഡ് വന്നുവോ, പോകാൻ പറ്റത്തില്ലെന്ന് പരാതി പറയണ്ട. എവിടെ ആയിരിക്കുന്നുവോ അവിടേക്ക് വരുവാൻ. കുടിലാണോ അവിടെ വരുവാൻ, കൊട്ടാരത്തിലാണോ അവിടെ വരുവാൻ, ഓഫീസിലാണോ അവിടെ വരുവാൻ, വണ്ടി ഓടിക്കുകയാണോ അവിടെ വരുവാൻ. നിരാശയും നാണക്കേടും സഹിക്കാൻ കഴിയാതെ വീട് വിട്ട് ഏതോ ഒരു ഫ്ലാറ്റിലോ ഒരു ലോഡ്ജിലോ ആരും അറിയാതെ ഒറ്റയ്ക്ക് പാർക്കുന്ന വ്യക്തിയാകാം. ജീവിതം മുഴുവൻ ഇരുണ്ട അനുഭവത്തിൽ ഒരു പ്രതീക്ഷയുമില്ലായിരിക്കും. എങ്കിലും അവിടെ വന്ന് താങ്കളെ രക്ഷിക്കുവാൻ ഈ യേശു മതിയായവനാ. You may be in a room confined due to the pressures of life, trying to elope, trying to run away, pain, shame, afflictions of many decades. But today I just want to remind you, God in Jesus is more than willing to visit you where you are. Are you in that confinement? Jesus is more than ready to visit you, beloved. Are you in that containment zone? But Jesus is more than ready to come save your life. You are so important to Jesus more than anything else in the world. I am so important to Jesus more than anything else in the world. ഇന്ന് പകൽ നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. മെഡിസിൻ പഠിക്കുന്ന ഒരു മകള് ഇന്നലെ അതുമായി സംസാരിക്കുമ്പോൾ ഇവിടെ വന്ന ടെലിഫോൺ, ഞാൻ അത് എടുത്തത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പിൽ, 3-4 ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ടെലിഫോൺ ഞാൻ തന്നെ സംസാരിച്ചിരുന്നു. അതിന് 2 മാർക്കുകൾ അല്ലെങ്കിൽ 1 മാർക്ക് വീതമൊക്കെ അത് തോപ്പിക്കും. ഒരേ വിഷയങ്ങൾക്ക് തന്നെ പല പ്രാവശ്യം റീ എക്സാം എഴുതിയിട്ടും ആ കുട്ടി അതിന് തന്നെ അതേ വിഷയങ്ങൾക്ക് 1-2 മാർക്കുകൾക്ക് വീതം തോക്കുക. ബാക്കി എല്ലാ വിഷയങ്ങൾക്കും അവൾ പഠിക്കുവാൻ മിടുക്കിയാണ്. ബാംഗ്ലൂരിൽ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത്. വളരെയധികമായി മാനസിക സംഘർഷത്തിലൂടെ പോകുമ്പോൾ നമുക്കറിയാം, അതിലൂടെ കടന്നു പോകുന്നവർക്ക് അതിൻ്റെ ഗൗരവം അറിയത്തുള്ളൂ. എന്തു ചെയ്യണം? മെഡിസിൻ പഠിക്കുന്ന ഒരു കുട്ടിയെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. തോൽവി, ബാക്കിലേക്ക് പോകുന്നു. മറ്റു കുട്ടികൾ പഠിച്ചു 3-ാം വർഷത്തിലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവൾ അപ്പോഴും സെക്കൻഡ് ഇയറിലേത് ഇങ്ങനെ കിടക്കുന്ന ഒരു ദുരിതം നിറഞ്ഞ സാഹചര്യം. റീവാലുവേഷന് വേണ്ടി ചോദിച്ചപ്പോൾ റീവാലുവേഷൻ പറ്റാത്ത സാഹചര്യം. ഈ വിഷയം ഈ മകളും അതിൻ്റെ വല്യമ്മയും പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. വഴിയില്ലാത്തിടത്ത് യേശു വഴി തുറന്നു കൊടുത്തു. റീവാലുവേഷൻ ഇല്ലായിരുന്നു, റീവാലുവേഷൻ അനുവദിച്ചു കൊടുത്തു. അപ്പോൾ റീവാലുവേഷൻ കഴിഞ്ഞപ്പോൾ കിട്ടിയതും പ്രോബ്ലം നിറഞ്ഞതായി വീണ്ടും പരാജയമാണ്. അവർ പ്രേയിങ് കേരളയിൽ വീണ്ടും അറിയിച്ചു പ്രാർത്ഥിച്ചു. നമ്മൾ കുടുംബമായി മകൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചു. അവിടെ പോകുവാൻ തയ്യാറായി. 24 മണിക്കൂറിനുള്ളിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി അവർ തിരിച്ചു വന്നു. അവിടെ ചെന്നിട്ട് തിരിച്ചു വന്നു. വീണ്ടും റീവാലുവേഷൻ കഴിഞ്ഞ് മാർക്ക് കിട്ടാതിരുന്ന അതേ പേപ്പർ വീണ്ടും റീവാലുവേഷന് കൊടുത്തപ്പോൾ 18 മാർക്കുകൾ കൂടുതൽ കിട്ടി. ഈ യേശു എത്ര നല്ലവൻ! ദുരിതത്തെ, സങ്കടത്തെ സെക്കൻഡുകൾക്കുള്ളിൽ മാറ്റിമറിക്കുവാൻ കഴിവുള്ള അത്യുന്നതനായ യേശു, മൈ ഗാഡ് ഇൻ ജീസസ് will come and help me. എന്നോട് ചേർന്ന് ഒന്ന് ഉറക്കെ വിളിച്ചു പറ, മൈ ഗാഡ് ഇൻ ജീസസ് will come and help me. എൻ്റെ യേശു, എൻ്റെ ദൈവം എന്നെ വന്ന് സഹായിക്കും. കമോൺ, ഒന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ്, എന്നെ വന്ന് സഹായിക്കുന്ന എൻ്റെ യേശു, എന്നെ വന്ന് സഹായിക്കുന്ന എൻ്റെ യേശു, എന്നെ വന്ന് സഹായിക്കുന്ന എൻ്റെ യേശു, എൻ്റെ ആശുപത്രിയിൽ എന്നെ വന്ന് സഹായിക്കുന്ന യേശു, എൻ്റെ ദുരിതത്തിൽ എന്നെ വന്ന് സഹായിക്കുന്ന എൻ്റെ യേശു, നാണക്കേടിൽ ഞാൻ മുങ്ങിത്താഴുമ്പോൾ എന്നെ വന്ന് സഹായിക്കുന്ന യേശു, കൂട്ടുകാർ മുൻപോട്ട് പോകുമ്പോൾ ഞാൻ തള്ളപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴും എന്നെ വന്ന് സഹായിക്കും.
സഹായിച്ച് മുൻപിലെത്തിക്കുന്ന, അവർക്ക് ലഭിച്ചതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലേക്ക് എന്നെ മാനിക്കുന്ന ഈ യേശു എത്ര നല്ലവൻ. ഇയർ ബാക്ക് ആകുമെന്ന് ചിന്തിച്ചുവോ? കോവിഡ് ബാധിച്ചു, എല്ലാത്തിലും ഞങ്ങൾ പിറകിലോട്ട് പോകുന്നു എന്ന് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊന്നിച്ച് പറയാം. യെശയ്യാവ് 35 verse number 3 and 4. My God will come, my God in Jesus will come and help me, save me. യേശു എന്നെ വന്ന് രക്ഷിക്കും. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എനിക്കങ്ങേ ആവശ്യമുണ്ട്. യെസ് ലോർഡ്, യേശു എത്ര നല്ല. കർത്താവായ യേശു, യേശു എത്ര നല്ല. കർത്താവായ യേശു, ആ നാമം ഉറക്കെ. കർത്താവായ യേശു, യേശു എത്ര നല്ല. കർത്താവായ യേശു, യേശു എത്ര നല്ല. യേശു എത്ര നല്ല. ഈ പകൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു, അവിടുന്ന് എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ അനുഗ്രഹമാക്കണമേ. എന്നെ അവിടുന്ന് വന്ന് രക്ഷിക്കണമേ. ഒന്നിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ ഓരോ വിഷയത്തിലേക്കും കർത്താവേ ഞങ്ങളുടെ അരിക്കൽ വന്ന് ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, രോഗത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട് കർത്താവേ, ജീവിതത്തിന്റെ പല മേഖലകളിലും കർത്താവേ മുന്നോട്ട് നടക്കാൻ കർത്താവ് പ്രയാസപ്പെടുന്നവരെ, സാമ്പത്തികമായ ഞെരുക്കത്തിലായിരിക്കുന്നവരെ, കർത്താവ് മക്കളെ ചൊല്ലി ഭാരപ്പെടുന്നവരെ, മക്കളുടെ ജോലിയെക്കുറിച്ച്, മക്കളുടെ വിവാഹത്തെക്കുറിച്ച്, തലമുറയില്ലാത്ത കുടുംബങ്ങള്, അതുപോലെ കർത്താവെ സ്വന്തമായിട്ട് ഭവനമില്ലാതെ കർത്താവെ പല നീറുന്ന പ്രയാസങ്ങളുണ്ട് കർത്താവേ, മരുഭൂമിയുടെ അവസ്ഥയിലായവരുണ്ട് കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ മരുഭൂമി നീരുറ തുറക്കുന്നത് എന്റെ കർത്താവേ, ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കർത്താവ് എഴുന്നേറ്റ് വന്ന് ഞങ്ങളുടെ കർത്താവെ ഓരോ വിഷയത്തിനും അവിടുന്ന് എഴുന്നേക്കണം കർത്താവേ. ഞങ്ങൾക്ക് മറുപടി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ രോഗത്താൽ അതുപോലെ കർത്താവ് പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പ്രത്യേകിച്ച് ലോകം മുഴുവൻ കർത്താവെ ഇന്ന് കോവിഡിനാൽ ഭാരപ്പെടുമ്പോൾ, അതിനെക്കുറിച്ച് കർത്താവ് ഭയപ്പെടുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുതകരമായ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കേരളയിൽ 6:31 കഴിയുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് അറിയാം, നാളെ 4/10/2020 സിവിൽ സർവീസിൻ്റെ എക്സാം നടക്കുന്നു. ഓൾ ഇന്ത്യ ലെവലിൽ അനേക സ്റ്റുഡൻസിൻ്റെ വിവരങ്ങൾ പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു ദ ലോർഡ് ഫോർ ഈച്ച് വൺ ഓഫ് യു, എവറി സ്റ്റുഡൻറ്റ് ഓൾ അക്രോസ് ദ ഗ്ലോബ്. കിഡ്സ്, ഗാഡ് ഹാസ് great things in store for each one of us. And book of Jeremiah chapter 29 verse number 11 says, I know the thoughts that I think towards you, thoughts of peace, not of evil, to give you a future and a hope. ഇരമ്യാവ് 29:11 നാം വായിക്കുന്നത്, കർത്താവ് ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഉന്നതനും ഉയർത്തെഴുന്നേറ്റവനും ശാശ്വതവാസിയുമായ യേശു നാം ഓരോരുത്തരെ കുറിച്ചും, വിശിഷ്യ വിദ്യാർത്ഥികളെക്കുറിച്ച് എടുത്തു പറയുകയാണ്. എനിക്കറിയാം മക്കളെ, മോനെ മോളെ, നിന്നെക്കുറിച്ച് ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അതൊരിക്കലും നിൻ്റെ ദോഷത്തിന് വേണ്ടിയുള്ള ചിന്തകളല്ല. എപ്പോഴും നിനക്ക് ശുഭമായ ഭാവി വരുവാൻ. ആ കൂട്ടുകെട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കഞ്ചാവ്, മയക്കുമരുന്നുകൾ നമ്മെ തകർച്ചയിലേക്ക് നയിക്കുമ്പോൾ ഫോണുകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പക്ഷെ അപ്പോൾ തന്നെ ഇത് നമ്മെ ഭരണം നടത്തിയാൽ ഇത് നമ്മുടെ ആയുസ്സിനെ കൊണ്ടുപോകും. ഇൻ്റർനെറ്റ് നമുക്ക് ആവശ്യമാണ്. പ്രയോജനമുള്ള കാര്യങ്ങൾ പഠിക്കുവാനത് ഉപയോഗിക്കുക, ചെയ്യുവാനത് ഉപയോഗിക്കുക. പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ
ഉപയോഗിച്ചാൽ അത് നമ്മളെയും കൊണ്ടുപോകും. ഇന്ന് ദൈവമേ, ഞാൻ അറിയാതെ എന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ശക്തികളുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സങ്കടങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു. അവർ അകപ്പെട്ടു പോകുന്ന അപകടങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു. മുതിർന്നവർ പോലും 60, 70, 80 വയസ്സുള്ള സ്ത്രീ പുരുഷന്മാർ പോലും ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, വിദ്യാഭ്യാസ മേഖലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകും. നാളെ നടക്കുന്ന സിവിൽ സർവീസ് എക്സാം എഴുതുന്ന അനേക വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പ്രേയിങ് കേരളയിലുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ മികവോടെ പുറത്തു വരേണ്ടതിന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. BSc നഴ്സിംഗിന് പഠിക്കുന്നു, 1 ലക്ഷത്തിന് മുകളിൽ ഫീസ് കൊടുക്കാനുണ്ട്, നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നു. മകൾ 3rd ഇയർ BSc നഴ്സിംഗ് പഠിക്കുന്നു, ഫസ്റ്റ് ഇയർ 4 സബ്ജക്റ്റ് കിട്ടിയിട്ടില്ല, എക്സാം എഴുതാൻ സഹായിക്കണം. മകൾക്ക് വേണ്ടി എഞ്ചിനീയറിംഗിൻ്റെ എക്സാം, മകൻ +1 അഡ്മിഷൻ കിട്ടണം, PSCയുടെ എക്സാം നടക്കുന്നു. മകൻ റോഷൻ ജേക്കബ് +1 അഡ്മിഷൻ കിട്ടണം, ബാങ്കിൻ്റെ ടെസ്റ്റ് നടക്കുന്നു. അമലു നേഴ്സിൻ്റെ എക്സാം നടക്കുന്നു. വേണ്ട ഒരുപാട് കുട്ടികളുടെ വിവരങ്ങൾ ഞങ്ങൾക്കെല്ലാം എഴുതി ഇവിടേക്ക് ക്രമീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസ മേഖല ദൈവം അനുഗ്രഹിക്കേണ്ടതിന് ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന എല്ലാ ടെസ്റ്റുകളും, കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്, ക്വാളിഫയിങ് എക്സാംസ് ഉണ്ട്, ഇൻ്റർവ്യൂസ് ഉണ്ട്. നമ്മൾ അതിലെല്ലാം ദൈവത്തിൻ്റെ മികവും അനുഗ്രഹവും യെശയ്യാവ് 11:2 എഴുതിയിരിക്കുന്നത് പോലെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനാൽ ഓരോ സ്റ്റുഡന്റ് നിറയേണ്ടതിന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതേ കർത്താവേ, വിദ്യാഭ്യാസ മേഖലയെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പഠിക്കുന്ന ഓരോ കുട്ടികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എക്സാമിനായി അവർ തയ്യാറെടുക്കുമ്പോൾ യേശുവേ, നിന്റെ നാമത്തിലെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനാൽ അവർ നിറയപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവേ, ഭയത്തിലൂടെയും മാനസിക സമ്മർദ്ദങ്ങളുടെയും കടന്നു പോകുന്ന കുട്ടികളുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവേ, ധൈര്യത്തിൻ്റെ ആത്മാവിനാൽ അവർ നിറയപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം ഓർത്തെഴുതുവാൻ തക്കവണ്ണം ജ്ഞാനം കർത്താവേ, ഓർമ്മശക്തി കർത്താവേ അവർക്ക് നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിവിൽ സർവീസ് എക്സാമിനായി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കർത്താവേ പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഉന്നതമായൊരു വിജയം, മികവാർന്നൊരു വിജയം കർത്താവേ നീ അവർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ലഹരി മരുന്നുകൾക്ക് അടിമയായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപിക്കുന്ന കുട്ടികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹൈപ്പർ ആക്റ്റീവായ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠന വൈകല്യങ്ങളിലൂടെ, ബുദ്ധി വൈകല്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അവരുടെ ബുദ്ധിമണ്ഡലം തുറന്നു വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ, നിന്റെ നാമത്തിൽ ഫീസുകൾ അടയ്ക്കാൻ കഴിയാതെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുത്തൻ വഴികളും വാതിലുകളും തുറന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പത്തനംതിട്ടയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്, ഫാദറിലോ പുകവലി ശീലം ഞങ്ങൾ വളരെ നാളുകളായിട്ട് ഈ വിഷയത്തിൽ പ്രയാസപ്പെടുകയാണ്. അപ്പോൾ മുറിക്കുള്ളിലോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥ. ഇത് ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം പ്രേയിങ്കലെ ചേർന്ന് വെള്ളവും എണ്ണയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്പം വെള്ളമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് മുറിക്കകത്ത് തളിച്ചു. അന്ന് മുതൽ വലി നിർത്തി പ്രാർത്ഥിച്ച് എല്ലാവർക്കും പ്രവർത്തിക്കുന്ന കർത്താവിനും 3/10/2020 6/12 എൻ്റെ ആയുസ്സിൽ ഇന്ന് വരെ ഞാനിത് ചെയ്തിട്ടില്ല. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ സാധാരണ നിലയിലുള്ള വിശ്വാസത്തെ വെളിപ്പെടുത്തുന്ന ആളുകൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ നമ്മളത് കാണുന്നുണ്ട്. അനേകം വിശ്വാസികൾ, ദൈവത്തിലുള്ള വിശ്വാസമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത നിലയിൽ അവർ യേശുവിലുള്ള വിശ്വാസത്തെ വെളിപ്പെടുത്തിയപ്പോൾ യേശു അവരോട് പറഞ്ഞ വാക്കുകൾ ഇസ്രയേലിൽ പോലും എന്ന് പറഞ്ഞാൽ വിശ്വാസ മേഖലയിൽ ഉണ്ട് എന്ന് 150 വർഷങ്ങളായിട്ട് ചിന്തിച്ച് നടക്കുന്നവരിൽ പോലും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത വിശ്വാസമാണ് നിങ്ങൾ വെളിപ്പെടുത്തിയത്. ഞാനിത് ഇതുവരെ ചെയ്തിട്ടില്ല, ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഏതു മേഖലയിലാണോ ദൈവപ്രവൃത്തി വരേണ്ടത് അതിനുവേണ്ടി ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ചു എന്നത് അവർക്ക് ബോധ്യമാകേണ്ടതിന് ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി കൂടിയാണ് ആ എണ്ണയുടെ മീതെ, വെള്ളത്തിൻ്റെ മീതെ, ആ സർട്ടിഫിക്കറ്റുകളുടെ മീതെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത്. അന്ന് എന്ന് തളിച്ച് പ്രാർത്ഥിച്ചുവോ, അന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത് ചെയ്തിരുന്നെങ്കിലോ അദ്ദേഹത്തിന് ശക്തമായ തലവേദന വന്നു. ദൈവം അതിൽ നിന്നും കർത്താവ് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഇത് വിട്ടുപോകാനുള്ള കാരണം ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് ശക്തമായ തലവേദന ഉണ്ടായി. ഞാൻ വിശ്വസിക്കുന്ന അദ്ദേഹം പൂർണ്ണ സൗഖ്യമായി എന്ന ആ ഭാഗം അവിടെ എഴുതിയിട്ടുമില്ല. ഡോക്ടേഴ്സ് കൈവിട്ടു, പ്രതീക്ഷ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന അനേക ഡോക്ടേഴ്സ് ഉണ്ട്.
ഒരുപക്ഷെ ഇന്നലത്തെ ചികിത്സയ്ക്ക് ശേഷം, അല്ല നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് അതിന് ശേഷം കുളിച്ച് ആഹാരം കഴിച്ച് ഉറങ്ങാൻ പോകുന്ന ഡോക്ടേഴ്സ് ഉണ്ട് പല രാജ്യങ്ങളിൽ നിന്ന്. അവരും പറയുന്നുണ്ട്, ബ്രദറെ 3 മണിക്ക് ഞങ്ങളെല്ലാം കൈവിട്ട്, ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ പോയതാണ്. പക്ഷെ രാവിലെ ഈ പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ രോഗികൾക്ക് വേണ്ടി, ICUവിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. പിറ്റേ ദിവസം ജോലിക്ക് ചെന്നപ്പോൾ അവർ സൗഖ്യത്തോടെ ആയിരിക്കുന്നു എന്ന് അനേക ഡോക്ടേഴ്സ്, നേഴ്സസ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഡോക്ടേഴ്സ് കൈവിട്ട് പ്രതീക്ഷ വേണ്ട എന്ന് പറഞ്ഞു. പ്രേംകല ചേർന്ന് പ്രാർത്ഥിച്ചു. ഇത് ആരുടെ കാര്യമാണ്? മിസ്സസ് ശോഭ കോഴിക്കോട് നിന്ന് അറിയിക്കുന്നത്, കഴിഞ്ഞ 18-ന് ബ്രദർ മോഹൻദാസ് 58 വയസ്സ്, എലിപ്പനി, ഹാർട്ടിന് പ്രോബ്ലം, കിഡ്നിയെയും ഹാർട്ടിനെയും അത് ബാധിച്ചു. ഈ സന്ദർഭത്തിലാണ് ഡോക്ടേഴ്സ് കൈവിടുകയും പ്രതീക്ഷ വേണ്ട എന്ന് പറയുകയും ചെയ്ത് ട്യൂബ് ഇട്ടിരുന്നു. റെഡ് കളറിലാണ് യൂറിൻ പോയിക്കൊണ്ടിരുന്നത്. ഇത് നമ്മുടെ സിനുബദറ ഈ ടെലഫോൺ ഇത് അറ്റൻഡ് ചെയ്തത് 27/8/2020 അദ്ദേഹം രാവിലെ 8:20 ഈ ടെലഫോൺ 200 അവസാനിക്കുന്ന നമ്പറിൽ അദ്ദേഹം ഈ ടെലഫോൺ അറ്റൻഡ് ചെയ്തത്. 2013 നവംബർ മുതൽ ഞാൻ പ്രേയിങ് കേരളയോട് ചേർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത യേശുവിലുള്ള സന്തോഷവും സ്നേഹവും എൻ്റെ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. ഇത് ഈ റെഡ് കളറിലുള്ള യൂറിനാണ് പൊക്കോണ്ടിരുന്നത്. ചിലപ്പോൾ യൂറിൻ പോകത്തുമില്ലായിരുന്നു. പ്രേംകല ചേർന്ന് പ്രാർത്ഥിച്ചു, ട്യൂബൊക്കെ എടുത്തു മാറ്റി, എല്ലാം 100% നോർമലായി. 600 വർഷം നീ കിടന്ന് കഷ്ടപ്പെട്, എന്നിട്ട് ഞാൻ നിന്നെ സഹായിക്കാം എന്നൊന്നുമല്ല നമ്മൾ കേട്ടത്. യെശയ്യാ 35:4 നാം വായിക്കുന്നത്, എൻ്റെ യേശു എന്നെ വന്ന് സഹായിക്കും. ആ നടു റോഡിലായിരിക്കുന്നുവോ അവിടെ വന്ന് താങ്കളെ സഹായിക്കും. ആ പെരുവെള്ളത്തിന് നടുവിലെ പെട്ടുപോയോ അവിടെ വന്ന് താങ്കളെ സഹായിക്കും. തീച്ചൂളയ്ക്കകത്ത് അകപ്പെട്ടു പോയോ അവിടെ നിന്ന് സൗഖ്യത്തോടെ എഴുന്നേൽപ്പിക്കുവാൻ ഈ യേശു മതിയായ കർത്താവ്. നമുക്കൊന്നിച്ച് ബ്രദറിൻ്റെ മകൾ കോവിഡ് പോസിറ്റീവ്, ക്രിട്ടിക്കൽ സ്റ്റേജിൽ പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് സൗഖ്യം നൽകി. ഹാഡ് എക്സാമിൻ്റെ സന്ദർഭത്തിൽ പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിച്ചു. മരുമകൾ അത് പാസ്സായി. ബ്രദർ റെജി പനി, ശരീരവേദന പ്രാർത്ഥിച്ചു, പരിപൂർണ്ണ സൗഖ്യം കിട്ടി. രമണിയാണ് കോട്ടയത്തുനിന്ന് അറിയിക്കുന്നത്. ഇതെല്ലാം 2/10/2020 വിവരങ്ങൾ. സാറാമ ആഗ്രയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുടുംബത്തിൽ വലിയ സമാധാനവും സന്തോഷവും പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കുന്നു. ഇത് 2/10 അറിയിക്കുന്നത് സുഗതൻ ദുബായിൽ പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു, ജോലി ലഭിച്ചു, ശമ്പളം കിട്ടി. പ്രാർത്ഥിച്ച എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. അമ്പിളിയാണ് ഹസ്ബൻഡിനെ കുറിച്ച് അത്രയും പറഞ്ഞിരിക്കുന്നത്. കോവിഡ് ടെസ്റ്റിൻ്റെ സന്ദർഭത്തിൽ പ്രേയിങ് കേരളയിൽ കുന്നംകുളത്ത് നിമിഷ പ്രാർത്ഥന സഹായം തേടി നോർമൽ റിപ്പോർട്ട് കിട്ടി. 2/10 മകൾ ജിജി ജോർജ് 22/9/2020 ഒരു എക്സാം ഉണ്ടായിരുന്നു. ഭയങ്കര മഴയായിരുന്നു, പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം. പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു, മഴ മാറി, സുരക്ഷിതമായി ചെന്നു, എക്സാം എഴുതി, റിസൾട്ട് വന്നു, നല്ല റിസൾട്ടും കിട്ടി. പൊന്നമ്മ ജോർജാണ് പന്തളത്തു നിന്ന് അറിയിക്കുന്നത്. പന്തളത്തുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ച അതേ യേശു ഇന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. 2/10/2020 അതുവരെ അത് അറിയിച്ചിരിക്കുന്നത്. ലോൺ അടയ്ക്കാൻ പണമില്ലാതെ വിഷമിച്ചു, ആത്മഹത്യയല്ല ചിന്തിച്ചത്, സുധ തീരുമാനിച്ചത്. പ്രേയിങ് കേരള ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, യേശുവോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. പണം ലഭിച്ചു, ലോൺ അടച്ചു തീർത്തു, മുങ്ങി നടന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. 2/10/2020 ഇന്ന് ലോൺ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. ഇത് 2/10 കാര്യമാണ് പറയുന്നത്. ഇത് ബിന്ദു വാട്സാപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. കുറച്ച് പണം ബ്രദർ അയച്ചിരുന്നു, പക്ഷെ അത് കിട്ടാതെ വന്നു, സമയത്ത് അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം. പ്രേയിങ് കേരളയിലേക്ക് വിളിച്ചു, പ്രേയിങ് കേരള പ്രാർത്ഥിച്ചു, ഉടനെ പണം ലഭിച്ചു, ലോൺ അടച്ചു. പ്രാർത്ഥിച്ച് എല്ലാവർക്കും പ്രവർത്തിച്ച കർത്താവിന് നന്ദി പറയും. 2/10 വീണ്ടും 2/10 തീർന്നില്ല. ഹസ്ബൻഡിന് യൂറിൻ കൺട്രോൾ ചെയ്യാൻ പ്രയാസമായിരുന്നു, കാലിന് ബലക്കുറവ്. ഇത് കോട്ടയത്തു നിന്ന് രാധ അറിയിക്കുന്നത്. 30/9/2020 8 AM പ്രേയിങ് കേരള രാവിലെ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ സൗഖ്യം അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു. 8 AM രാവിലെ പ്രാർത്ഥിച്ചു, 8 മണിക്ക് തന്നെ സൗഖ്യം. LC തോമസ് അങ്കമാലി നിറയ്ക്ക് പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു, കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു, അതിന് ഒത്തിരി കുറവ് വന്നു. 2/10 അവരും അറിയിച്ചിരിക്കുന്നത്. കൊച്ചുമകൻ സഞ്ജു 7 വയസ്സ്, പഠിക്കാൻ മടിയായിരുന്നു. നമുക്കറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യം. ഇപ്പോൾ പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാ വിഷയത്തിനും കുഞ്ഞിന് A+ കിട്ടുന്നതെന്ന് അലക്സാണ്ടറാണ് വടക്കാഞ്ചേരിയിൽ നിന്ന് കൊച്ചുമകനെ കുറിച്ച് പറയും. എന്തോ ഒരു അഭിമാനിക്കുന്ന ഒരു പിതാവ്. അത് ബാലരാമപുരത്തു നിന്ന് അംബിക അറിയിക്കുന്നത്. നോക്കിക്കേ, കസിൻ സുമ ഗർഭിണി, കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു, ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ തരിക മാത്രമല്ല, കോവിഡ് പോസിറ്റീവിൽ നിന്നും യേശു സൗഖ്യം കിട്ടി. ഇനി ബോണസ്
തൈറോയിഡിൻ്റെ പ്രയാസം ഉണ്ടായിരുന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അതും സൗഖ്യമായി. വീട്ടിൽ 5 പേർക്ക് കോവിഡ് ആയിരുന്നു. പ്രിയങ്കലെ ചേർന്ന് പ്രാർത്ഥിച്ചു. 4 പേർക്കും റിപ്പോർട്ട് നോർമലായി കിട്ടി. പക്ഷേ അമ്മ ഇപ്പോൾ വളരെ സീരിയസ് സ്റ്റേജിലായിരിക്കുന്നു. മിസ്റ്റർ റോയ് തോമസ് ആണ് ട്രിവാൻഡ്രത്തുനിന്ന് പ്രാർത്ഥന സഹായം തേടിയിരിക്കുക. ആ എണ്ണയും വെള്ളവും ഒക്കെ എടുത്ത് തയ്യാറാക്കി ഞങ്ങളുടെ പക്കൽ ഇവിടെ ടേബിളിൽ വന്നു കഴിഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. അത്ഭുത സൗഖ്യം. കൊച്ചുമകൻ ഇതെല്ലാം 2/10 2020 4 പേർക്ക് സൗഖ്യത്തിൻ്റെ വിവരം അറിയിച്ചിരിക്കുന്നത്. ജെസ്സി വർഗീസ് കൊല്ലത്തുനിന്ന് അറിയിക്കുന്ന കൊച്ചുമകൻ 2 വയസ്സ് കർട്ടനിലിടുന്ന ഒരു വസ്തു അത് വിഴുങ്ങി, അത് വയറിൽ നിന്ന് പുറത്തു പോകുന്നില്ല. പ്രെയിൻകെല്ലെ വിളിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് അത് പുറത്തുപോയി. 2/10 കർത്താവിൻ്റെ വിടുതൽ അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. 2/10 2020 അനിയത്തി 1 വർഷമായിട്ട് ബ്ലീഡിംഗ് നിമിത്തമായി വിഷമിച്ചു. മിസ്സസ് ഡോളിയാണ് തിരുവല്ലയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. 2/10 2020 ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാം നോർമൽ. ഇടതു ഭാഗത്ത് വയറിലൊരു കുത്തല് പോലെ ഉണ്ടായിരുന്നു. പ്രെയിൻകെല്ലെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തിൽ അല്പം വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് കുടിച്ചു. അത് അന്ന് പോയതാ. ഇന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. 2 കരങ്ങളും ഉയർത്തി. കർത്താവേ, അവിടുത്തെ പ്രവൃത്തികൾക്കായി ഞങ്ങൾ നന്ദി പറയും. ഞങ്ങളോടൊപ്പം പ്രൈം കേരള കുടുംബാംഗങ്ങൾ 540-ലധികം കുടുംബാംഗങ്ങൾ യൂട്യൂബിലൂടെ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന 613 പേര് ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. ഇമെയിൽ സൗകര്യങ്ങളുള്ളവർ ഇമെയിൽ വഴി പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. വാട്സാപ്പിലൂടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുമ്പോൾ ദയവായി വിശദീകരണങ്ങളിലേക്ക് പോകല്ലേ. ആ പ്രാർത്ഥന വിഷയം മാത്രം. അമ്മയ്ക്ക് കാലിന് സൗഖ്യമില്ല, പ്രാർത്ഥിക്കണം. 8 ആശുപത്രി ചികിത്സിച്ച് ആശുപത്രിയുടെ വിശദീകരണങ്ങൾ തരല്ലേ. എഴുതിയെടുക്കുവാൻ പറ്റാതെ പോകുന്നു. വിലപ്പെട്ട ജീവിതങ്ങൾ നമ്മൾ നിമിത്തം വേറൊരാളുടെ അവസരത്തെ നമുക്ക് നഷ്ടപ്പെടുത്തരുത്. ഇന്ന് പകൽ പ്രാർത്ഥിക്കണം. ടെലിഫോൺ ചെയ്യുമ്പോഴും 1/2 മിനിറ്റിനുള്ളിൽ നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ചുരുക്കം ആളുകളെ ഈ സിറ്റുവേഷനിൽ നമുക്ക് പ്രൈം കേരളയിൽ ഓഫീസിൽ വർക്ക് ചെയ്യുവാനായിട്ടുള്ളൂ. പകൽ 6 മണി മുതൽ വൈകിട്ട് 6 മണി മുതൽ നമുക്ക് ആളുണ്ടാകും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കണം. യേശുവേ സൗഖ്യത്താൽ നിറയ്ക്കണം. 100 കണക്കിന് കോവിഡ് രോഗികളുടെ വിവരങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കും. ബ്രദറിലോ കോവിഡ് നിമിത്തം സീരിയസ് സ്റ്റേജിൽ കൊല്ലത്തുനിന്ന് മിസ്റ്റർ ജോർജ് അറിയിച്ചിരിക്കുന്നു. ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ആ എണ്ണയുടെ മീതെ വെള്ളത്തിന്റെ മീതെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കയ്യിരിക്കുന്ന എണ്ണ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവർ പെരട്ടുമ്പോൾ കർത്താവിന്റെ സൗഖ്യത്തെ അമ്മയുടെ മേൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. തൽക്ഷണം സൗഖ്യമായി വചനം വായിക്കുന്നത് പോലെ ഇപ്പോൾ പെരട്ടുന്ന ഉടനെ അപ്പ ഒരു നിമിഷം പോലും ഇല്ലാതെ കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ. തൽക്ഷണം അവരുടെ രക്തസ്രവം നിന്നു ഞങ്ങൾ വായിക്കുന്നത് പോലെ ഹല്ലേലൂയ. അഡ്വാൻസ് ഇമ്മീഡിയറ്റ്ലി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ആ അസുഖങ്ങൾ കർത്താവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. കർത്താവേ, വെള്ളം കുടിക്കുമ്പോൾ, വെള്ളം തളിക്കുമ്പോൾ ദൈവിക സമൃദ്ധി സംരക്ഷണം അവിടെ ഉണ്ടാവട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേക കോവിഡ് രോഗികൾ വിഷമിക്കുന്നുണ്ട്. കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സൗഖ്യം, നിന്റെ മഹത്വം അവിടെ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇത് കാണണമപ്പ, ഞങ്ങൾക്ക് ഇത് കാണണം, ഞങ്ങൾക്ക് ഇത് കാണണം. ഇപ്പോൾ തന്നെ കോവിഡ് രോഗികൾ സൗഖ്യമാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ഡോക്യുമെന്റ്സ് എടുത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നടക്കണപ്പ. വിൽക്കാത്ത ആ സ്ഥലം യേശുവിന്റെ നാമത്തിൽ വിറ്റുപോകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കുഴപ്പങ്ങളൊക്കെ മാറുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവേ, എല്ലാ മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് നടക്കുന്ന സകല കാര്യങ്ങളിലും യേശുവേ അവിടുത്തെ നിറവും അനുഗ്രഹവും ഉണ്ടാകണം. ആഴ്ചയുടെ അവസാന പ്രവൃത്തി ദിവസമാണ്. നമുക്ക് യേശുവിനെ വളരെ വ്യക്തമായി മറ്റു നാളുകളേക്കാൾ കൂടുതലായിട്ട് അനുഭവിക്കുവാൻ ഇന്നു മുതൽ നമുക്ക് ഇടയായിത്തീരട്ടെ. ആവർത്തന പുസ്തകം 28:8 നമ്മൾ വായിക്കുന്നത് ബിക്കോസ് ഓഫ് ദ കമാൻഡഡ് ബ്ലെസ്സിങ്സ് ഓഫ് ദ ലോർഡ്. അവിടെയാണ് കണ്ടീഷൻ. ദൈവമേ, നിന്റെ കൽപ്പിക്കപ്പെട്ട അനുഗ്രഹത്താൽ. ആ അർത്ഥത്തിലാണോ മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. Because of the let me take the verse Deuteronomy chapter 28 verse number 8 says 28 verse number 8 says the Lord will command the blessing on you in your storehouses. Only when the Lord command the blessings on each one of us, the work of our hands will prosper. ദൈവം നമ്മുടെ കരങ്ങളിൽ തൻ്റെ അനുഗ്രഹങ്ങളെ കൽപ്പിക്കുമ്പോഴേ നാം തൊടുന്നതൊക്കെ കൈകളിൽ അഭിവൃദ്ധിപ്പെടുകയുള്ളൂ. ഇന്ന് നടക്കുന്ന സകല കാര്യങ്ങളും, ഇന്ന് സഹോദരിയുടെ മകളുടെ വിവാഹം നടക്കുന്നു. പ്രാർത്ഥിക്കണം. 9 മാസം ഗർഭിണി. ഇന്ന് സ്കാനിംഗ് ഉണ്ട്. മകൻ ഇന്ന് കോവിഡ് ടെസ്റ്റ് ഉണ്ട്. ഇങ്ങനെ പോകുന്നു. ട്യൂമർ ലങ്സിൽ മിസ്റ്റർ ജോർജ് തോമസിൻ്റെ കാര്യമാണ്. ഇത് RCCയിൽ ഇന്ന് പോകുന്നു. എല്ലായിടത്തിലും ദൈവത്തിന് അനുഗ്രഹവും നിറവും ഉണ്ടാകേണ്ടതിന് ആ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി
യേശുവേ എൻ്റെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കണമേ. നാം ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നടക്കുന്ന സകല കാര്യങ്ങളും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, സാമ്പത്തികമായ ഇടപാടുകൾ കർത്താവ് യേശുവേ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ട് വിവാഹങ്ങള്, വിവാഹ നിശ്ചയങ്ങള്, യാത്രകള് എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പ്രിയപ്പെട്ടവരുടെ കൂടെ കർത്താവെ നിന്റെ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങളുടെ പ്രവൃത്തി അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബമായ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കൊച്ചുമകൻ എയ്ബൽ ടി തോമസിന് 13ാമത്തെ ബർത്ത്ഡേ. ഇന്നും നാളെയും ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറീസുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. ഒരു ഡോക്ടർ സന്ദീപ് നാളെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ. ഇന്നലെ തന്നെ അദ്ദേഹം വോയിസ് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, പ്രൈം കേരള കുടുംബം അദ്ദേഹത്തിന് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹം കുടുംബമായിട്ട് അവർ അനുഭവം. എയ്ബലിൻ്റെ 6th ബർത്ത്ഡേ ആണ്. നെഫ്യൂ ആൽബിൻ്റെ 6th ബർത്ത്ഡേ ആണ്. ബിൻസിയാണ് ഇത് അറിയിക്കുന്നത്. ബിൻസി ജെയിംസ്. വണ്ണപ്പുറത്ത് മകൻ ജോയലിൻ്റെ 6th ബർത്ത്ഡേ ആണ്. കൊച്ചുമകൻ അഭിഷേകിൻ്റെ 23rd ബർത്ത്ഡേ. ലീല ആണ് ട്രിവാൻഡ്രത്ത് നിന്ന് അറിയിക്കുന്നത്. ഷേർലി ആൻഡ് ജോണിൻ്റെ 26th വെഡിങ് ആനിവേഴ്സറി ആണ്. സാറാ മാമച്ചൻ കുണ്ടറിയുന്ന കൊച്ചുമകൻ ക്രിസിൻ്റെ 8th ബർത്ത്ഡേ ആണ്. മകൻ ബിനോയുടെ 5/10/2020 40ാമത്തെ ബർത്ത്ഡേ ആണ്. മകൻ അഖിൽ സേവ്യൻ്റെ 3rd ബർത്ത്ഡേ ആണ്. പ്രസീന കോട്ടയത്ത് നിന്ന് അറിയിക്കുന്നത്. തങ്കച്ചൻ പന്തളത്തുനിന്ന് കൊച്ചുമകൾ ലിസ്ബർട്ട് ബിജുവിൻ്റെ 4th ബർത്ത്ഡേ ആണ്. സോണിയ പ്രവീൺ തോപ്പുംപടിയിൽ നിന്ന് മകൻ ആയുഷ് പ്രവീണിൻ്റെ 2nd ബർത്ത്ഡേ ആണ്. ജോയ് ടി സാമുവൽ ഹരിയാനയിൽ നിന്ന് അറിയിക്കുന്ന ആൻറ്റി ഷേർലിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ബ്രദർ അലക്സാണ്ടർ ആൻഡ് പ്രഭ 29th വെഡിങ് ആനിവേഴ്സറി ആണ്. ഷീലയാണ് വാട്സാപ്പിലൂടെ അറിയിക്കുന്നത്. ശാന്ത തൃശ്ശൂരിൽ നിന്ന് കൊച്ചുമകൻ ഹാനയുടെ 4th ബർത്ത്ഡേ ആണ്. ജലജ സന്ദീപ് കൊല്ലത്തുനിന്ന് മകൻ ഡോക്ടർ സന്ദീപിൻ്റെ 36th ബർത്ത്ഡേ ആണ്. പൊടിയമ്മ കൊട്ടാരക്കിൽ നിന്ന് മകൻ ജിനു രാജൻ്റെ 38th ബർത്ത്ഡേ ആണ്. സൂസൻ വാട്സാപ്പിലൂടെ മകൾ ആൻഡ് 29th ബർത്ത്ഡേ ആണ്. അന്നമ്മ തിരുവല്ലായിൽ നിന്ന് കൊച്ചുമകൾ ജോയിനയുടെ 11th ബർത്ത്ഡേ ആണ്. ഇന്ന് ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറീസും എല്ലാവരെയും അനുഗ്രഹിച്ച് നാം പ്രാർത്ഥിക്കുന്നു. പിതാവേ, പ്രിയപ്പെട്ടവർ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പങ്ക് നൽകുന്ന ഈ പുതുവർഷത്തിന്റെ സാന്നിധ്യം കൂടിയിരുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ഉയർച്ച അവരുടെ ജീവിതത്തിന് എല്ലാ മേഖലയിലും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവരും ചേർന്ന് പാടുമോ? ഇന്ന് രാത്രിയിൽ വീണ്ടും 7 മണി മുതൽ 8 മണി വരെ ഹാർവസ്റ്റ് കേരളത്തിലൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒന്നിച്ചു കൂടണം. ദേശത്തിൻ്റെ വിടുതലിനായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, കഴിഞ്ഞ 24 മണിക്കൂറിൽ ഞങ്ങൾ എഴുതിയെടുത്തത് ഈ ടേബിളിലും മറ്റും ആയിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരും എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദീർഘായുസ്സും ആരോഗ്യവും സൗഖ്യവും സമാധാനവും ഉയർച്ചയും നൽകും. ലോർഡ്, വി സ്പീക്ക് യുവർ ബ്ലെസ്സിങ്സ് ഓവർ യുവർ പീപ്പിൾ. ബ്ലെസ് ദം. യേശുവിൻ നാമത്തിൽ പിതാവേ. ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ് വിത്ത് ജീസസ്, ഫോർ യു ആർ ബോൺ ടു ബി എ വിന്നർ ഓൾവേസ് ഇൻ ജീസസ്. എന്നും യേശുവിൽ വിജയാളിയാകേണ്ടതിന് സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കപ്പെട്ടൊരു വാരാന്ത്യം യേശുവോടുകൂടെ ഉണ്ടാകട്ടെ. ചേർന്ന് പാടുമ്പോൾ